ഇന്നത്തെ റെസിപ്പി നമ്മുടെ അമൃതം പൊടി വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെയാണ്. ഇത് റെഡിയാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് അമൃതം പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 3-4 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ അമൃതം പൊടിയൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1 കപ്പ് കപ്പലണ്ടിയാണ്. ഇതിന് കടല, നിലക്കടല അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് കേട്ടോ പറയുക. ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ 5-6 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ സ്കിന്നിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. അതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടാവും. ഇത് നല്ലപോലെ റോസ്റ്റാക്കി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ, ഇതിവിടെ ആയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ കപ്പലണ്ടിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടെടുക്കാം. കപ്പലണ്ടിയൊക്കെ മുഴുവനോടെ കിടക്കണമെങ്കിൽ അത് കൈ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് സ്പ്ലിറ്റാക്കിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇത് മുഴുവനും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടല്ല, കുറച്ചൊന്ന് പൊടിച്ചുകൂടെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നത്. ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. തരിതരിയായിട്ടല്ല, നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ട് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി അല്ല, അതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ടൈറ്റായിട്ടുള്ള പരുവാണ് കേട്ടോ വേണ്ടേ. നല്ല രുചിയുള്ളൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ളി ഉപ്പും നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി കറക്റ്റ് പാകമായോ എന്ന് അറിയാനായിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് 1-2 ഡ്രോപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റണം. ചൂയി ടെക്സ്ചർ അല്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പാകമാണ്. നമ്മളിത് പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൗണ്ടും കേൾക്കും. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മുഴുവനോടെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടിയിലെ അത് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടിയും നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് കുറച്ച് ശർക്കരപ്പാനിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ പൊടികളെല്ലാം തന്നെ ഇതിൽ നന്നായിട്ട് മിക്സായി കിട്ടില്ല. നമ്മളിത് മിക്സ് ചെയ്തെടുക്കും തോറും കുറച്ചിങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. അത് കുഴപ്പമില്ല. നമ്മളിതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ആദ്യമേ നമ്മൾ ഒത്തിരി ഒഴിച്ചു കൊടുക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടെ തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് പിടിക്കാനായിട്ട് പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇതിന് നമ്മുടെ കടല മിട്ടായില്ലേ, ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതൊത്തിരി ഹാർഡല്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒത്തിരി ഹാർഡായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കടിക്കാനായിട്ട് നല്ല പാടായിരിക്കില്ലേ. ഇതാകുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് തന്നെ കടിച്ചു തിന്നാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടമാകും. ഒരു തവണയെങ്കിലും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്